ആത്മീയ മൂട് വിടുന്നില്ല. അവരിപ്പോഴും ക്ഷേത്രങ്ങളിൽ തന്നെയാണ്. വിപ്ലവഗാനവും മുദ്രാവാക്യം വിളിയൊക്കെ ആയിട്ട് ശിഷ്ടജീവിതം ക്ഷേത്രങ്ങളിൽ ജീവിക്കാനാണ് ചില സഖാക്കളുടെ തീരുമാനം. പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് CPIM-ന്റെ ആരാധനാമൂർത്തികൾ. സഖാക്കളുടെ ഈ സീസണിൽ ആത്മീയത തുടങ്ങുന്നത് കടക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു കണ്ണിച്ചോരയില്ല. എല്ലാരോടും അടിയും ഇടിയും ബഹളം ഉണ്ടാക്കാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ എന്ന് പുതിയൊരു ഇമേജ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ ഇമേജ് മാറ്റാൻ വേണ്ടിട്ട് അമ്പലത്തിൽ പോയി 2 കീർത്തനം അങ്ങോട്ട് ആലപിക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ പാട്ട്? കടക്കൽ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഇവര് ഗാനമേള നടത്തി. എന്താ ഗാനമേള? പുഷ്പനെ അറിയാമോ? അമ്പലത്തിലെ പാട്ട്. ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ല? എന്നാ വേറൊരു കീർത്തനം തരാം. എല്ലാവരും ആത്മീയത ഉള്ളിലേക്ക് ആവാഹിച്ചോളൂട്ടാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം സഖാക്കളെ എന്ന് പാടുകയാണ്. പാടുമ്പോൾ അമ്പലത്തിലെ സ്റ്റേജിലെ വീഡിയോ വാളിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം DYFI CPM. ഇതെന്ത് നാടാണിത്? ഇങ്ങനെയാണ് ഇവര്. ഞാൻ പറഞ്ഞു, ഇവർക്ക് BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവിടെ വന്നൊരു സംഘർഷം നടത്തി BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നോ, ഇതും ഇഷ്ടപ്പെട്ടില്ല? വാട്ടെപ്പറ്റി ആത്മീയതയുടെ പാതയിലൂടെ നടന്ന് ഒരു കൂട്ടർ നന്നാവാനും സമ്മതിക്കില്ലേ? ഇനിയിപ്പോ എന്നിട്ട് ചെയ്യാ? എന്നാ പാട്ട് വേണ്ട, വേറൊരു വഴി പിടിക്കാം. കണ്ണൂർ കതിരൂർ ക്ഷേത്രത്തിലെ കലശം വരവ്. സഖാക്കളുടെ കലശം വരവ് ഒരു പൊളിക്കും. ആ കലശം വരവ് കാണുമ്പോ തന്നെ ഇവിടെ ആൾക്കാർ എണീറ്റ് തൊഴും. ഈ മാതിരി തല്ലിപ്പൊളി ഇടപാടുകൾ എല്ലാ ആരാധനാലയങ്ങളിലും ഇവരിപ്പോ ചാമ്പ്യന്മാരായിരിക്കാം. ഒരു കാര്യമില്ല. എന്തുപറ്റി? കലശം വരവില് പാർട്ടിയുടെ ചിഹ്നം ഉപയോഗിച്ച് പ്രകടനം നടത്തി ഇഷ്ടപ്പെട്ടില്ല? ഇനിയിപ്പോ എന്തുട്ട് ചെയ്യ സഖാക്കളെ? അമ്പലപ്പറമ്പിക്ക് കേറുമ്പോ തന്നെ അറഞ്ചം പൊറഞ്ചം വിമർശനമാണല്ലോ. ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ്. നാട്ടുകാരുടെ പൈസയെ പിരിച്ചെടുത്തിട്ടാണ് ഇതുപോലത്തെ ഗാനമേള നടത്തി പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്നത് ഭക്തജനങ്ങളോടെ. അവരെന്ത് പഴിച്ചു? ഹൈക്കോടതി ഒക്കെ ഇടപെട്ട സ്ഥിതിക്ക് ഞങ്ങളുടെ സഖാക്കള് കുറച്ചൊന്ന് ഒതുങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉത്സവത്തിൽ പങ്കെടുക്കണോണ്ട് ഉത്സവം ആഘോഷിക്കണോണ്ടും പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ? അങ്ങനെ ഞങ്ങളുടെ സഖാക്കള് അടുത്ത ലിസ്റ്റ് എടുത്തു. കണ്ണൂർ പറമ്പായി കുട്ടിച്ചാത്ത മഠത്തിലാണ് അടുത്ത ഉത്സവം. ഇനി അങ്ങോട്ട് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് സഖാക്കൾ എല്ലാരും അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇത്തവണയും പാർട്ടി കൊടി വിട്ടിട്ട് ഒരു കളിയില്ല അല്ലേ? ഒന്ന് സ്ലോ മോഷനിൽ റിവൈൻഡ് അടിച്ചേ. പാർട്ടിയിൽ ഇതുവരെ കാണാത്തൊരു കൊടി ഉണ്ടല്ലോ ആ കൂട്ടത്തില്. ആരൊക്കെയാണ് ഈ കൊടിയിൽ കയറിയിരിക്കണത്? ആൾക്കാരെ മനസ്സിലായില്ലേ? CPIM-ന്റെ ആരാധനാമൂർത്തികളല്ലേ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളെന്ന്. എന്തായാലും ശിക്ഷിക്കപ്പെട്ടവര് കുറ്റവാളികളാണെന്ന് ഞങ്ങൾ കാണുന്നില്ല. ജയരാജൻ സഖാവ് അന്നേ പറഞ്ഞതല്ലേ ഇവർ കൊലക്കേസ് പ്രതികളൊന്നല്ല, നിഷ്കുക്കളാണെന്ന്. ഇപ്പോ തെളിവുകളും വസ്തുതകളും നോക്കിയിട്ടായിരിക്കും ഇപ്പൊ ശിക്ഷ വിധിച്ചത്. പക്ഷെ അതിൻ്റെ മേലെ നിരപരാധികളായ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ നിരപരാധിത്വം കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ വേണ്ടിയും പരിശ്രമിക്കും. സഖാക്കള് പിന്നെ പണ്ടേ രക്ഷകരാണല്ലോ. സോ കോടതി അവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാലും എന്ത് വില കൊടുത്തും ഞങ്ങളുടെ സഖാക്കള് അവരെ രക്ഷിച്ചിരിക്കും. ബിക്കോസ് അവരാരും സഖാക്കളുടെ കണ്ണിൽ കൊലയാളികളല്ല. അവര് ദിവ്യ പുരുഷന്മാരല്ലേ? അതിന്റെ നിയമപരമായി അപ്പീൽ കൊടുത്ത് ഈ നിരപരാധികളായ ആളുകളെ രക്ഷിക്കാനുള്ള എല്ലാ നടപടിയും പാർട്ടി സ്വീകരിക്കും. ജയിലറഞ്ഞെട്ടി വിറയ്ക്കട്ടെ, കയ്യാമങ്ങൾ തകരട്ടെ. ആഹാ, അമ്പലത്തിൽ പറയാൻ പറ്റിയ മുദ്രാവാക്യം. പോരാത്തതിന് പ്രതികളുടെ ചിത്രം വെച്ചിട്ടുള്ള ഒരു കൊടിയും കൂടി ആയപ്പം എല്ലാം പെർഫെക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ആത്മീയതയും കൊണ്ടിട്ട് ഏത് അമ്പലത്തിലേക്കാണാവോ പോവാൻ പോണത്? വക്കീലാവാൻ വേണ്ടിയിട്ട് മാത്യു കുഴൽനാടൻ എവിടെ നിന്നാണാവോ പഠിച്ചത്? അല്ല, തൊട്ട കേസൊക്കെ പൊട്ടിപ്പോവാണല്ലോ. എന്തൊക്കെ പ്രതീക്ഷയോടെയാണ് മുഖ്യമന്ത്രിയുടെ മോള് വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് മൂപ്പര് ഹർജി കൊടുത്തത്. ഹൈക്കോടതി അത് നിഷ്കരണം തള്ളിക്കളഞ്ഞില്ലേ?
കുഴൽനാടന് 3 പ്രാവശ്യമായി ജുഡീഷ്യറിയിൽ നിന്ന് പേരടിക്കടി കിട്ടുകയാണ്. അതൊന്നും ഞങ്ങളുടെ കുഴൽനാടേട്ടന് പുത്തരിയില്ല. ഹേ, മൂപ്പർക്ക് നല്ല തൊലിക്കട്ടിണ്ട്. കുഴനാടനും കുറേ കുഴലൂത്തുകാരും. അതിൽ ഞാൻ എടുത്തു പറഞ്ഞു, ഇത് കുപ്പത്തൊട്ടിയിടും ഈ കേസ് നിലനിൽക്കില്ല. മാസപ്പടി കേസ് വിജിലൻസ് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉള്ള കളിയും ചിരിയും കണ്ടില്ലേ? അപ്പുറത്ത് ED അന്വേഷണം, SFIU അന്വേഷണം ഒക്കെ നടക്കണ്ടിട്ടാ. അത് മറക്കണ്ട. അപ്പൊ കമ്പനിക്ക് സർവീസ് ചെയ്തു കൊടുക്കാതെ എന്തിനാണ് ഈ പണം ഇട്ടതെന്നുള്ളൊരു ചോദ്യമാണുള്ളത്. അതാണ് ഈ PML ആക്ട് അനുസരിച്ചിട്ട് SFIU അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് എന്ന് പറയുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. ഇവിടെ ഉണ്ടായ നിങ്ങളല്ലേ ഈ കേസിന്റെ പേരും പറഞ്ഞിട്ട് മാത്യു കുഴൽനാടനെ കുത്തിപ്പൊക്കി വിട്ടത്? എന്നിട്ട് ഇപ്പൊ എന്തായി? എല്ലായിടത്തും ഒന്നും തിരിച്ചടി മാത്രം. എല്ലാവരും മുന്നിലും വെച്ച് കുഴൽനാടേട്ടൻ ചമ്മി ചമ്മി മടുത്തു. ഒരു നല്ലൊരു ഭാവിയുള്ള ഒരു നിയമസമാജികനെ ഈ രൂപത്തിലാക്കേണ്ട യാതൊരു ആവശ്യവും ആ VD സതീശൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്നെ നേരിട്ട് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. ഇയാളെ കൊണ്ട് ഇതിനെ വെറുതെ പറയിപ്പിച്ചു. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ചത്തോന്നറിയാമെന്നാണല്ലോടാ. മാസപ്പടി കേസിൽ എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. ഞാനത് ഇപ്പൊ പൊട്ടിക്കും പറഞ്ഞിട്ട് എന്തേ കോടതിയിലെത്തിയപ്പോ പൊട്ടിയില്ലേ? പക്ഷേ ഡെഫിനറ്റായ ഫാക്ട്സ്, അതായത് നടന്നുവെന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്ന വസ്തുതകൾ കോടതിയുടെ മുമ്പിൽ ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് ഈ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു. ശരി. അപ്പൊ തെളിവൊന്നും കയ്യിലില്ലേ? തെളിവൊന്നും ഇല്ലാണ്ടാണോ കേസെന്നും പറഞ്ഞിട്ട് എല്ലായിടത്തേക്കും ചാടിത്തുള്ളി പോയത്? വെറുതെ അല്ല എല്ലാ കോടതിയൊന്നും തിരിച്ചടി കിട്ടണത്. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞ് അഴിമതിയുടെ പശ്ചാത്തലത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല, ഒരു തെളിവും ഹാജരാക്കാനില്ല. ഇതാണ് ഈ കേരളത്തിൽ നടന്നിരിക്കുന്നത്. വക്കീലാണെങ്കിലും എല്ലാ കേസിനും തെളിവ് വേണമെന്നൊന്നും ഞങ്ങളുടെ കുഴൽനാടേട്ടന് അറിയില്ലായിരുന്നു. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. പൂർവാധികം ശക്തിയോടെ കുഴൽനാടേട്ടൻ തിരിച്ചു വരുന്നതായിരിക്കും. ഈ വിധിയും എന്നെ നിരാശപ്പെടുത്തുകയോ എന്നെ തളർത്തുകയോ ചെയ്യത്തില്ല. നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും. പിന്നല്ല, ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. തോറ്റു തൊപ്പിട്ടിട്ടും ആ കോൺഫിഡൻസ് ഉണ്ടാ. ചാൾസ് ശോഭരാജിൽ മാത്രമേ നമ്മൾ ഈ ധൈര്യം കണ്ടിട്ടുള്ളൂട്ടാ കുഴൽനാടേട്ടാ. കുഴൽനാടന്റെ ഉണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ അതിന്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. എല്ലാരും കൈവച്ച് കഴിഞ്ഞെങ്കിൽ ഞങ്ങളുടെ കുഴൽനാടേട്ടനൊന്ന് പോയിക്കോട്ടെ. പോയിട്ട് ആ മൂലയിലിരുന്ന് പൊട്ടിക്കറിയാനുള്ളതാ. പ്രതിപക്ഷം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അപവാദങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും പരമ്പരയിൽ മറ്റൊന്നുകൂടി ഇപ്പോൾ പൊട്ടിത്തകർന്നിരിക്കുന്നു എന്നതാണ് ഈ വിധി വ്യക്തമാക്കുന്നത്. വിളഞ്ഞു പഴുക്കാത്തതൊന്നും കഴിച്ചാൽ തീർന്നാണ്. അതൊരു പ്രശ്നം. ഇത്തരം കുറെ ആളുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് സമീപകാലത്ത് വന്നു വിളയാതെ പഴുത്താണ്. പ്രതിപക്ഷ നേതാവ് എന്തേ കോമ്രേഡ്സ് ഒക്കെ അച്ചാലും പുച്ചാലും കുഴൽനാടേട്ടനെ ട്രോളിനത് കണ്ടില്ലേ? ഒന്ന് ഇടപെട്ട് സതീശേട്ടാ, അല്ലെങ്കിൽ UDF ഞാൻ ക്ഷീണം പറഞ്ഞില്ല എന്ന് വേണ്ട. UDF എന്താ തിരിച്ചടി? അത് ഇപ്പം കേസ് കൊടുത്ത മാത്യു കുഴൽനാടൻ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. സംഭവം കയ്യിന്ന് പോവാന്ന് മനസ്സിലായപ്പോ നൈസായിട്ട് എല്ലാം കൂടെ കുഴൽനാടേട്ടന്റെ തലയിൽ കെട്ടിവെച്ചു അല്ലേ? നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പാവ ഇതെങ്ങനെ സഹിക്കും? കേസില്ല വക്കീലിന്റെ പുതിയ കേസുമായി 8 നിലയിൽ പൊട്ടാൻ ഇനിയും ഇതുവഴി വരില്ലേ കുഴൽനാടേട്ടാ?